ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചായക്കടയിലൊക്കെ ചില്ലുകൂട്ടിൽ കാണുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരച്ച് ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം പാട് ചേർത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയപ്പോൾ നല്ല വെള്ളം പോലെ തോന്നിയപ്പോൾ പിന്നെ വീണ്ടും പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പാടെ ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സാധാ നോർമൽ വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനി ഒരു കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉൾവശം ഇങ്ങനെ ചെറിയൊരു യെല്ലോ കളർ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ തൊലി അയച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സാധാ നല്ല പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും നല്ല പഴുത്ത വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് പിന്നെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഗ്യാസിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് 2 സൈഡും ഇതുപോലെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ എണ്ണയിലേക്ക് വെച്ചെടുക്കാം. ഇപ്പം ഞാനെടുത്ത ചട്ടി ചെറുതാവുകൊണ്ട് നമുക്ക് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ. ഇനി ഒരു സൈഡൊന്ന് ആയതിനു ശേഷം മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വെറും ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. മൈദമാവ് വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി പഴം പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പഴം പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം പഴം പൊരിച്ചത് ഭയങ്കര ഒരു ടേസ്റ്റാണല്ലേ. കണ്ടില്ല, നല്ല സോഫ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും